അശ്വിന്ത് ഗോക്ക് ആളുകളുടെ ആ ക്യാരക്ടറായിട്ട് വരുവാണ്. എന്നിട്ട് കാട്ടിയിട്ടിട്ട് അതിനെ ഇട്ട് നശിപ്പിച്ച്, അപ്പം ഈ ആൾക്ക് നേട്ടമില്ലാതെ അല്ലല്ലോ, അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ, അതിൻ്റെ വ്യൂവർഷിപ്പ് കൂടുമ്പോൾ അദ്ദേഹത്തിനാണ് അതിൻ്റെ മെച്ചം കിട്ടുന്നത്. അപ്പോൾ ആരെ വെച്ച് ആര് പൈസ ഉണ്ടാക്കുന്നു? ഫുൾ റിസ്കിൽ ഒരു നിർമ്മാതാവ് സിനിമ ഇറക്കി കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ 4-5 പേര് വന്നിട്ട് ഇങ്ങനെ ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്ക് കിട്ടുന്ന കളക്ഷനൂടെ പോവല്ലേ, ആൾക്ക് കിട്ടേണ്ട ബിസിനസ് കൂടെ നഷ്ടപ്പെടുത്തുമല്ലേ. അശ്വിന്ത് ഗോക്ക് ആരെ വിറ്റിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്? ഓക്കെ, അദ്ദേഹത്തിന്റെ കമന്റ് പ്ലസോ മൈനസോ ആവട്ടെ, അത് മാറ്റി നിർത്തും. ബോസ് ആൻഡ് ഗോ എന്ന് പറയുന്ന സിനിമ ഞാൻ വേറെ ഒരാളുടെ സിനിമയും എടുക്കുന്നില്ല. ഏറ്റവും മോശകരമായിട്ടുള്ള രീതിയിൽ അതിനെ കമന്റ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കളയാണല്ലോ, പറഞ്ഞു മനസ്സിലായത്. ആക്ടർക്ക് ഡയറക്ടർക്കും ഒന്നും ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നമില്ല. ആക്ടർക്ക് എന്താണ്, 5 സിനിമ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ തന്നെ ഇപ്പോൾ എടുത്തു നോക്കും, അത്ര 5-6 സിനിമ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 7ാമത്തെ സിനിമ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ബാക്ക് ടു നോർമൽ എന്ന് പറയുന്ന പോലെയാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ദുൽഖർ സൽമാൻ എത്ര സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് മലയാളത്തിൽ, അല്ലേ? ഫഹദ് തന്നെയാണെങ്കിലും ഇപ്പം അന്യഭാഷകളിൽ അഭിനയിക്കുന്നു, പൃഥ്വിരാജ് അന്യഭാഷകളിലേക്ക് പോകുന്നു. അപ്പം ഈ ആക്ടേഴ്സ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു പരിപാടിയാണ്. 2-3 അടി കിട്ടിയാലേ ഉള്ളൂ ഇത് ആർട്ടിസ്റ്റുകൾ പഠിക്കുകയുള്ളൂ, പറഞ്ഞു മനസ്സിലായി. ഇപ്പോൾ റീസെൻ്റ് ചെയ്ത സിനിമ തന്നെ ഞങ്ങൾ 10-60 ദിവസം പ്ലാൻ ചെയ്ത സിനിമയാണ്. 132 ദിവസത്തോളം ഈവൻ ഷൂട്ട് ചെയ്ത്. ഞാൻ പറഞ്ഞു, എനിക്ക് അതിൻ്റെ അകത്ത് ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഒന്നുമില്ല. ഞാനൊരു സിനിമയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടിട്ട് ലാലേട്ടന് വേണ്ടിയിട്ട് ഞാൻ 2-3 സബ്ജക്റ്റ് വന്നിരുന്നു, ഞങ്ങളത് അപ്രോച്ച് ചെയ്തിരുന്നു. ഒരെണ്ണം ഒരു ലൈനിൽ പോകുന്നുണ്ട്, പക്ഷേ വേറെ 2 സബ്ജക്റ്റ് പോയി പറഞ്ഞത് ശരിയായിട്ടില്ല. നോർമലി നമ്മളൊരു പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ഒരു ഫിനാൻസർ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഈ വ്യക്തിയും തീർച്ചയായിട്ടും പറയുമ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയി എല്ലാ കാര്യങ്ങളിലും ഒരു A to Z ഓടി നടന്ന് ഒരു കംപ്ലീറ്റ്, വേണമെങ്കിൽ അത് വേറെ ആൾക്കാരെ ഏൽപ്പിക്കുന്നവരുണ്ട്. പക്ഷേ അബൌട്ട് ദിസ് പേഴ്സൺ പറയുമ്പം ആ ഒരു പരിപാടി ഞാൻ രണ്ടാമത് പറഞ്ഞത് വളരെ കറക്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ മിസ്റ്റർ ലെസ്റ്റിൻ സ്റ്റീഫൻ? ഹലോ, വെൽക്കം. ഹലോ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കുഴപ്പമില്ല, ഒരു പരിധി വരെ. കാരണം നോർമലി ഇപ്പം പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ വെളിയിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു ഫിനാൻസർ എന്ന് വേണമെങ്കിൽ ആകാമല്ലോ, ഒരു ഫിനാൻസർ മാത്രമാകാമല്ലോ. അല്ലാതെ ഫിനാൻസർ മാത്രമായിട്ട് ബാക്ക് നിൽക്കാം, എന്നിട്ട് പക്ഷേ എല്ലാത്തിനും ഇൻവോൾവ് ആകുക, അല്ലെങ്കിൽ അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടായിരിക്കും തീർച്ചയായിട്ടും പണ്ട് മുതലേ. അത് കറക്റ്റായുള്ള കാര്യമാണോ? അല്ല, തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം ഇഷ്ടം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ അത് ഒരുപാട് നാൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അതിപ്പം സിനിമ ആയിക്കോട്ടെ, ലൈഫ് ആയിക്കോട്ടെ, വേറെ എന്ത് ടൈപ്പ് ബിസിനസ് ആയിക്കോട്ടെ, അതിനെല്ലാം ഒരു ഷെയ്ക്ക് ഉണ്ടാവും. ഇത് 100% ഇഷ്ടമുള്ളത് കൊണ്ടിട്ടും 100% അർപ്പണബോധത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഇപ്പോഴും ഇങ്ങനെ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. ബിസിനസ് തീർച്ചയായിട്ടും നടക്കേണ്ട ഒരു സിനിമ ആണ്, പക്ഷേ അത് നടക്കാതെ വരുമ്പോൾ ഉള്ളതും ഒരു ഇത് തന്നെയല്ലേ. ഇപ്പോൾ ചില സിനിമകളാണെങ്കിൽ ആക്ച്വലി ശരി ഇതാണ്, നമ്മളതൊന്ന് മനസ്സിലാക്കി അങ്ങ് പോകും, വീണ്ടും റിസ്കിലേക്ക് പോകുന്നു. പക്ഷേ ചില സിനിമകൾ നമുക്ക് ഇതിന് ശരിക്കും ബിസിനസ് നടക്കാനുള്ള 100% ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഉണ്ട്, ബട്ട് സ്റ്റിൽ അത് നടക്കാതെ വരുന്ന സിറ്റുവേഷൻ, അതിനെ ഓവർകം ചെയ്യുന്നത് ഒരു അല്ല, അതാ ഞാൻ പറഞ്ഞു. ഇപ്പോൾ നേരത്തെ മറ്റു വലിയ പ്ലാറ്റ്ഫോമുകളൊക്കെ മലയാള സിനിമകൾ എടുത്തുകൊണ്ടിട്ടിരുന്നു. ഇപ്പോൾ അവർ മലയാള സിനിമേനെ ഒന്ന് ചവിട്ടി, മനസ്സിലായോ? അപ്പോൾ അവർ അതർ ലാംഗ്വേജ്, ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആയി, മാക്സിമം ഒരു പരിധി വരെ ആയി എന്ന് ഇവർ വിശ്വസിക്കുന്ന സമയത്ത് ഒരു ചെറുതായിട്ടൊന്ന് പോസ് ചെയ്ത പോലെ തോന്നുന്നു, പറഞ്ഞു മനസ്സിലായി. അപ്പോൾ എന്നാൽ ചില സിനിമകൾ നടക്കുന്നുമുണ്ട്. അപ്പം ഈ ഒരു അവസരത്തിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണമെന്നാണ് പുതിയ സിനിമ എടുക്കുന്ന ആൾക്കാരോട് പോലും എനിക്ക് പറയാനുള്ളത്. കാരണം ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ഇപ്പോൾ OTT ബിസിനസ് നടക്കും, മറ്റു ബിസിനസ്സൊക്കെ നടക്കും എന്ന് പറയുന്നത് അത് ഒരു കാരണവശാലും വിശ്വസിക്കരുത്. കാരണം അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെ കുറവാണ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. നിങ്ങളിപ്പോൾ വരുന്ന സിനിമകൾ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഒരു സിനിമ വിജയം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ വിജയം ആഘോഷിച്ച് കഴിയുമ്പോൾ അതിലെ ആക്ടർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ഉൾപ്പെടെ എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയാലും അത് കഴിയുമ്പോൾ തന്നെ വീണ്ടും റിസ്കിലേക്ക് പോവുകയാണ്. അല്ലല്ല, ആക്ടർക്ക് ഡയറക്ടർക്ക് ഒന്നും ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നമില്ല. ആക്ടർക്ക് എന്താണ്, 5 സിനിമ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ തന്നെ ഇപ്പോൾ എടുത്തു നോക്കും, എത്ര 5-6 സിനിമ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 7ാമത്തെ സിനിമ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ബാക്ക് ടു നോർമൽ എന്ന് പറയുന്ന പോലെയാണ്. കാരണം തുച്ഛമായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉള്ളൂ, ഒരു മെയിൻ സ്ട്രീമിലുള്ള ഒരു 7-8 ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ നിലവിലുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് സിനിമ വന്നുകൊണ്ടിട്ടേ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ആർട്ടിസ്റ്റുകൾക്ക് ഇവിടെ ഒന്നും സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അവർക്കത് നല്ല ഒരു സൂപ്പർ സബ്ജക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണേൽ പാർട്ട്ണർഷിപ്പ് ചേരാം, അവർക്ക് വേണമെങ്കിൽ
അത് തനിയെ പ്രൊഡ്യൂസ് ചെയ്യാം, പറഞ്ഞു മനസ്സിലായി. പക്ഷെ നിർമ്മാതാവിൻ്റെ അവസ്ഥയല്ല, അങ്ങനെയല്ല. നിർമ്മാതാവ് അടുത്തൊരു സിനിമ കണ്ടെത്തി ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടി ഇത് ഷൂട്ട് ചെയ്ത് ഇത് ഇറക്കി ബിസിനസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാതെ ആ ഒരു ഘട്ടത്തിൽ കൂടെ ട്രാവൽ ചെയ്ത് ഇതൊന്ന് ഇറക്കി വരണമെങ്കിൽ ഒരു 2 വർഷം പോക്കാണ്. കാരണം ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ മലയാളത്തിൽ മെയിൻ സ്ട്രീം ചില ആർട്ടിസ്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ മാത്രമല്ല അഭിനയിക്കുന്നത്, മറ്റു ഭാഷകളിലൂടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതുകൊണ്ടിട്ട് പഴയ ഒരു സ്പീഡ് ഇല്ല. നേരത്തെ ഒരു 5 പടത്തിൽ അഭിനയിച്ചുകൊണ്ടിട്ടിരുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ, അല്ലെ 6 പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ആർട്ടിസ്റ്റാണ് ഇന്നൊരു 3 പടത്തിലേ നടക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ദുൽഖർ സൽമാൻ എത്ര സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് മലയാളത്തിൽ, അല്ലെ? ഫഹദ് തന്നെയാണെങ്കിലും ഇപ്പം അന്യഭാഷകളിൽ അഭിനയിക്കുന്നു, പൃഥ്വിരാജ് അന്യഭാഷകളിലേക്ക് പോകുന്നു. അപ്പം നമ്മുടെ അത് ശരിയാണ്, നമ്മുടെ ഇൻഡസ്ട്രിയും വളരും, നമ്മുടെ ആർട്ടിസ്റ്റുകളെയും മറ്റ് ഇൻഡസ്ട്രിയിലേക്ക് അറിയപ്പെടുന്നു, അതെല്ലാം സത്യമാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഉള്ള പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്യേണ്ട സിനിമകൾ കുറഞ്ഞുകൊണ്ടിട്ടിരിക്കുകയാണല്ലോ, അതാണ്. ഈ ആക്ടേഴ്സ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അത് ഇപ്പോൾ ഒരു ടൈമിൽ നോക്കുമ്പം അതിങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഗ്രാഫ് വരുന്നുണ്ട്, ഇപ്പം നോക്കുമ്പം അത് കുറച്ച് ഗ്രാഫ് താന്നിന്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു അല്ല, അപ്പോൾ ഇതൊരു 2-3 അടി കിട്ടിയാലേ ഉള്ളൂ ഇത് ആർട്ടിസ്റ്റുകൾ പഠിക്കുകയുള്ളൂ, പറഞ്ഞു മനസ്സിലായി. ഇതിൻ്റെ മെയിൻ എല്ലാവരും എന്താണ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ശ്രമിക്കുന്നത്. അതായത് ഇപ്പോൾ 1 കോടി രൂപ ശമ്പളം കിട്ടുന്ന ആൾക്ക്, അല്ലെ 50 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആൾക്ക് നോർമലി അഭിനയിച്ച് കഴിയുമ്പോൾ അത് കിട്ടും. അത് നമ്മൾ പ്രൊഡ്യൂസും കൂടെ ചെയ്യുകയാണെങ്കിൽ അത് 2 കോടി രൂപയും കൂടെ ആക്കാൻ പറ്റുമോ എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ 1 കോടിയും കൂടെ ഇല്ലാതെ വരുന്ന അവസ്ഥ ഒരു 2-3 എണ്ണം സംഭവിച്ചു കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ ആ തിങ്കിങ്ങിൽ നിന്ന്. ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ടേ ചിന്തിക്കുകയുള്ളൂ. ആ അവസ്ഥ വന്നു കഴിയുമ്പോഴേ ഉള്ളൂ ആളുകൾക്ക് അത് കൂടുതൽ ബോധ്യപ്പെടുകയുള്ളൂ. അതുവരെ നമ്മളൊക്കെ ചുമ്മാ പറയുന്നതാണെന്നുള്ള ആ ഒരു തിങ്കിങ്ങിൽ അവരത് എടുക്കുകയുള്ളൂ. ഇപ്പോൾ തമിഴിൽ തന്നെ എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അപ്പം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നവരുമാണ്. അപ്പം അവരൊക്കെ പല പടങ്ങളും പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പം ഇവിടെ മലയാളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ അല്ല തമിഴിൽ. അവിടെ ഫുൾ ഗ്യാരണ്ടിയിൽ നിന്ന് പടം എടുത്തു കഴിയുമ്പം ആ പടം വർക്കൗട്ട് ആകാത്തപ്പോൾ അവിടുത്തെ അടുത്ത പടങ്ങളിലെല്ലാം അത് ബാധിക്കുകയാണ്. പിന്നെ അവിടുത്തെ പടങ്ങൾ പോലും ഇറക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. അങ്ങനെ പല കമ്പനികളും പൂട്ടിപ്പോയി പിന്നെയും തുറന്നു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ പല ആർട്ടിസ്റ്റുകളും കടന്നു പോയിട്ടുണ്ട്. മൈൻഡിൽ ഒരു ഇത് കിട്ടുമ്പോഴാണല്ലോ അതുപോലെ. ഇപ്പം ചില സിനിമകളിൽ ഇപ്പോൾ ഏതെങ്കിലും അങ്ങനെ സിനിമ പറയണ്ട, അതായത് നമ്മളൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്ത്, മിക്കതും അങ്ങനെ ആയിരിക്കാം, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതലാവുന്ന സിനിമകൾ ധാരാളമുണ്ട്. പക്ഷേ ആ ഉദ്ദേശത്തിൻ്റെയും ഡബിളും ട്രിപ്പിളും ഒരുപാട് അങ്ങ് ആയ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? അങ്ങനെ ഉണ്ടാവാം, ഇഷ്ടംപോലെ. അങ്ങനെയല്ല, ഇപ്പം നമ്മുടെ തന്നെ സിനിമകൾ നമ്മളിപ്പോൾ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലേ, പറഞ്ഞു മനസ്സിലായി. ഇപ്പം ഞാനിപ്പോൾ പുറത്തുനിന്ന് ഒരു പാർട്ട്ണറെ ഇപ്പം ഒരു സിനിമയ്ക്ക് കൂട്ടിയാൽ പോലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിപ്പോവാണ്, പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ആ ഒരു അറിയാവുന്ന ചിലപ്പോൾ സുഹൃത്തിനെ ആയിരിക്കുമല്ലോ നമ്മൾ ചിലപ്പോൾ കൂട്ടുക. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ തന്നെ ചിലപ്പോൾ സിനിമ അറിയാൻ മേലാത്ത ഒരാളാണെങ്കിൽ അതിൻ്റെ അകത്ത് വിള്ളലേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ ഇപ്പോൾ റീസെൻ്റ് ചെയ്ത സിനിമ തന്നെ ഞങ്ങൾ 10-60 ദിവസം പ്ലാൻ ചെയ്ത സിനിമയാണ്. 132 ദിവസത്തോളം ഈവൻ ഷൂട്ട് ചെയ്ത്. ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ അകത്ത് ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഒന്നുമില്ല. ഞാനൊരു സിനിമയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടിട്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു. നമുക്കത് അഡ്ജസ്റ്റ് കൂടെ ചെയ്യാൻ പറ്റിയിട്ട് അത് നമ്മൾ ഷൂട്ട് ചെയ്ത് പോയി. പക്ഷേ ഇത് അല്ലാത്ത ഒരാളാണെങ്കിൽ, പറഞ്ഞു മനസ്സിലായി, ചിലപ്പം വേറൊരാൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് ആളെ തെറ്റിദ്ധരിപ്പിച്ചത് ഇങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്താൽ മതി, ഇത്രയൊക്കെ പൈസ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും ഓരോരുത്തരെ കൂട്ടിക്കൊണ്ട് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് കൊണ്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിന്ന് പോകും. പിന്നെ അവൻ ആദ്യം ആയതുകൊണ്ടിട്ട് അറിയാവുന്നവരുടെ എല്ലാം കടം വാങ്ങും, പലിശയ്ക്ക് എടുക്കും, എല്ലാം താറുമാറായി പോകും. അതാണ് ഇതിൻ്റെ റിയാലിറ്റി. ഇതെല്ലാം അപ്പോൾ ഞാനൊക്കെ അങ്ങനെ തന്നെയാണല്ലോ വന്നത്. ഇതിൻ്റെ ഒരു ഫെയിം, ഇതിൻ്റെയോടുള്ള ഒരു ആരാധന, അങ്ങനെയൊക്കെ മൂത്തിട്ടാണ് അത് ഞാൻ പോലും സിനിമയിൽ വരുന്നത്. അപ്പം ഇതുപോലെ തന്നെയാണല്ലോ മറ്റ് ആൾക്കാരും. അവരൊക്കെ ഇതിൻ്റെ അകത്തേക്ക് വരിക, സിനിമ എന്നുള്ള ഒരു ആഗ്രഹം ഒരു മനുഷ്യൻ്റെ നിന്ന് വിട്ടുപോകത്തില്ല. ഒരു പൈസയൊക്കെ ആയി കഴിയുമ്പോഴേക്കും കൂടുതൽ ആഗ്രഹം തോന്നുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു സിനിമ എടുക്കാമല്ലോ എന്നുണ്ട്. എടുത്തു കഴിയുമ്പോൾ അവൻ്റെ ആഗ്രഹവും തീർന്നു, അവനും തീർന്നു. അതാണ് സിനിമയിൽ ചിലപ്പോൾ സംഭവിക്കുക. ബന്ധത്തിൻ്റെ പേരിൽ സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് റിസ്കുകൾ ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ അതിനെ പല രീതിയിൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. അതൊരു ഫോഴ്സ്ഫുള്ളി നമുക്ക് ചെയ്യാൻ അല്ല, ബന്ധത്തിൻ്റെ പുറത്ത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആക്സസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് അല്ലാതെ ബന്ധങ്ങൾ ഉപയോഗിച്ച് എനിക്കറിയില്ല കേട്ടോ. ഇപ്പം ഞാൻ പൃഥ്വിരാജുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക്, അതായത് ആ ബന്ധം ഉണ്ടെന്നുള്ളത് ചിലപ്പോൾ പൃഥ്വിരാജിനും അറിയാമല്ലോ. ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. ശരി.
ആ ബന്ധം ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അയാളെ യൂസ് ചെയ്യുവാണോ മിസ്യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുവാണോ എന്നുള്ളത് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം. ഞാനൊരു പ്രോജക്റ്റ് പോയി ഒരു നല്ലതെന്ന് തോന്നുന്ന ഒരു പ്രോജക്റ്റിനെ ഉള്ളൂ അപ്രോച്ച് ചെയ്യാറുള്ളൂ. പിന്നെ വന്നിട്ട് എല്ലാം എനിക്ക് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്ര പടങ്ങൾ ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ നിർമ്മിക്കുന്ന അടുത്ത ഒരു 4 സിനിമകൾ പൊട്ടിപ്പോയി അദ്ദേഹത്തെ വെച്ച് തന്നെ പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പടമേ എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ആൾക്ക് തന്നെ എല്ലാവരുമായിട്ട് ഇപ്പം സിനിമകൾ ഈവൻ ചെയ്യണം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പല ആർട്ടിസ്റ്റ്, ഇപ്പോൾ ചാക്കോച്ചനൊക്കെ ആയിട്ടാണേലും ഒരു ബന്ധമുണ്ട്. അപ്പോൾ നമുക്ക് പോയി അപ്രോച്ച് ചെയ്യാം, നമുക്ക് കഥ പറയാനായിട്ട്. ഇപ്പം വേറുള്ള ഒരാൾ ശ്രമിക്കുമ്പം ചിലപ്പോൾ ഇവരൊക്കെ ഒരു മാസം കഴിഞ്ഞ് 2 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. അത് വേണമെങ്കിൽ നമ്മളൊക്കെ ഒരു ബന്ധമുള്ളത് കൊണ്ടിട്ട് ചിലപ്പോൾ ഒരു 1 വീക്ക് കൊണ്ടിട്ടോ 2 വീക്ക് കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ കഴിഞ്ഞോ സമയത്തനുസരിച്ച് കേൾക്കാനായിട്ട് ആ മുമ്പേ പറഞ്ഞ ആ ബന്ധം ചിലപ്പോൾ സഹായിക്കും. അതിന്റെ ഗുഡ് പാർട്ട്. ഗുഡ് പാർട്ട്. പിന്നെ ശമ്പളം വേറൊരാൾ, ഇപ്പോൾ ഒരാൾക്ക് ഒരു ആർട്ടിസ്റ്റിന് 1 കോടിയാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ ചെന്നിട്ട് 70 ലക്ഷം തരുള്ളൂ എന്ന് പറയുമ്പം ഞാൻ അയാളെ മിസ്യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണല്ലോ വരുന്നത്. അല്ല, അതേ ഞാൻ പറഞ്ഞു. ഇപ്പൊ ആള് 1 കോടി രൂപ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ കൊണ്ട് 75 ലക്ഷം കൊടുക്കുന്നെങ്കിൽ ആ ആൾക്ക് ധരിക്കാലോ അയാളെ മിസ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ വേറൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ 1 കോടി ചിലപ്പോൾ കിട്ടിയേനല്ലോ. അത് ഒരു വലിയ അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പം ഇവരും ഇതെല്ലാം ശ്രദ്ധിക്കുന്നവരാണല്ലോ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല. അപ്പം നമ്മൾ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കോടി രൂപ ഉള്ള ഒരാൾക്കാണെങ്കിൽ ആ 1 കോടി രൂപ തന്നെ ഉള്ളൂ നമ്മൾ കൊടുക്കുള്ളൂ. പിന്നെ ബന്ധമാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ പ്രോജക്റ്റ് ചിലപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നേരത്തെ ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. മലയാള സിനിമ നോക്കുമ്പോൾ എല്ലാം നല്ല നല്ല പടങ്ങൾ വരുന്നു. ഈവൻ ഇപ്പം മമ്മൂക്കയുടെയൊക്കെ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക ഇപ്പോൾ ചെയ്യുന്ന പടങ്ങളുടെ രീതികളും ജോണേഴ്സും ഭയങ്കര ഡിഫറെൻറ്റ് ജോണേഴ്സ് വരുന്നു, എല്ലാം നല്ല പടങ്ങൾ. അപ്പം മമ്മൂക്കയായിട്ട് ഒരു 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 അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതും ഒരു ഇത് തന്നെയാണല്ലോ അതിൻ്റെ പരിപാടികൾ. അങ്ങനെയല്ല, മമ്മൂക്കയായിട്ടും ലാലേട്ടനൊക്കെ ആയിട്ട് പടം ചെയ്യണമെന്ന് എനിക്ക് പീവനുണ്ട്. പക്ഷെ അതിന് വരുന്ന സബ്ജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഇവൻ പറ്റുള്ളൂ. അപ്പോൾ ആ കറക്റ്റ് സബ്ജക്റ്റ് വരുമ്പോഴേ ഉള്ളൂ. എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു വലിയ സബ്ജക്റ്റുകളൊന്നും വന്നിട്ടില്ല. അപ്പം അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ അപ്രോച്ച് ഈവൻ ചെയ്തിട്ടില്ല. അപ്പോൾ ലാലേട്ടന് വേണ്ടിയിട്ട് ഞാൻ 2-3 സബ്ജക്റ്റ് വന്നിരുന്നു. ഞങ്ങളത് അപ്രോച്ച് ചെയ്തിരുന്നു. ഒരെണ്ണം ഒരു ലൈനിൽ പോകുന്നുണ്ട്. പക്ഷേ വേറെ 2 സബ്ജക്റ്റ് പോയി പറഞ്ഞത് ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഒരു സബ്ജക്റ്റ് വരുമ്പോൾ എനിക്കും എൻ്റെ ഡയറക്ടർക്കും എൻ്റെ റൈറ്റർക്കും മാത്രം ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മുടെ നമുക്ക് ഈസി ടു ആക്സസ് ഉള്ള ആർട്ടിസ്റ്റ് തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ പൃഥ്വിരാജോ ചാക്കോച്ചനോ അല്ലെങ്കിൽ മറ്റ് ആർട്ടിസ്റ്റുകളോ ആയിക്കോട്ടെ, അവർ പോലും നമുക്ക് ഫുള്ളി ഓക്കെ ആകുന്നൊരു സബ്ജക്റ്റ് അവർക്കൂടെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രോജക്റ്റ് ഓൺ ആവുള്ളൂ. എന്നാൽ ഇത് ഞങ്ങൾ 2 പേരും ആർട്ടിസ്റ്റും ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം ഓക്കെ ആകുന്ന സബ്ജക്റ്റ് വർക്ക് ആണെന്നുമില്ലല്ലോ. സോ ഇതെല്ലാം ഇതിൻ്റെ ഒരു റൊട്ടേഷനാണ്. ലിസണർക്ക് ശരിക്കും ചോദിക്കാനൊരു ക്വസ്റ്റ്യൻ ഒരാൾക്കുണ്ട്, ഒരു സർപ്രൈസ് ആണ്. അപ്പം ആ വ്യക്തിക്ക് ലിസണിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. കൂടെ ആക്ച്വലി പഠിച്ച ഒരു വ്യക്തി എന്ന് പറയാം. ആ പഠിച്ച സ്ഥലം സെമിനാരിയാണ്. ഓക്കെ. അപ്പം ഞാൻ എന്താ ചോദിക്കാനുള്ളത് കാണിക്കാം. നിങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഓക്കെ. ആ ലിസ്റ്റിൻ വിനീതാണ്. നമ്മൾ സെമിനാരിയിൽ 1 വർഷം ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് ഞാനൊന്ന് ഇത് ഷെയർ ചെയ്യാണ്. നീ ഓർക്കേണ്ടത് വിചാരിക്കുന്നു. നമ്മൾ സെമിനാരിൽ ഉണ്ടായപ്പോൾ നമുക്ക് മലയാളം മാത്രമേ സംസാരിക്കാൻ പാടുണ്ടായിരുന്നു. അപ്പോൾ മിക്ക സമയത്തും ഡയറി കൈവശം ആക്കിയിട്ട് നീയാണ്. അന്നൊരു സമയത്ത് നമ്മൾ ഇതുപോലെ കളിയെല്ലാം കഴിഞ്ഞ് കുളിക്കാൻ നിൽക്കുന്ന ഒരു അവസരത്തിൽ നീ കുളിക്കാൻ കയറി. അപ്പോൾ തൊട്ടപ്പുറത്തെ ബാത്റൂമിൽ നിന്നും ഒരാൾ നിന്നോട് ലിസ്റ്റിൻ എന്ന് വിളിച്ചു. അപ്പോൾ നീ നിന്റെ സ്വതസിദ്ധമായ രീതിയിൽ എന്നാടാ എന്ന് ചോദിച്ചു. ഉടനെ എനിക്ക് ഡയറി കിട്ടി. അങ്ങനെ നമ്മുടെ സെമിനാരി ചരിത്രത്തിൽ ആദ്യമായിട്ട് ബാത്റൂമിൽ നിന്നും ഡയറി വാങ്ങിയ ഒരാൾ നീയാണ്. ഇത് ഒരു തമാശ രൂപത്തിൽ ഞാൻ പറഞ്ഞു എങ്കിൽ തന്നെയും ലിസ്റ്റിൻ എന്നുള്ളൊരു വ്യക്തി ഈസ് ദാറ്റ് വെരി ഡെഡിക്കേറ്റഡ്. ഇന്ന് ഈ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാ രീതിയിലും നമുക്ക് വളരെ ഹാപ്പിയാണ്. അപ്പോൾ ലിസ്റ്റിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നമ്മൾ ഇപ്പോൾ ഈ സെമിനാരി ലൈഫിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലും ഒരു ഫൗണ്ടർ ഓഫ് സിഫ എന്നുള്ള രീതിയിലും എത്രത്തോളം രീതിയിലാണ് ഹെൽപ്പ് ചെയ്തത്? താങ്ക് യു ലിസ്റ്റിൻ. കൂടെ പഠിച്ച വ്യക്തി. അതെ, വിനീതാണ്. ഞങ്ങൾ ഒരുമിച്ച്
സെമിനാരിയിൽ വൈദികനാകാൻ വേണ്ടിയിട്ട് പോയതാണ്. അവനും വൈദികനായിട്ടില്ല, ഞാനും വൈദികനായിട്ടില്ല. പക്ഷെ രണ്ടുപേരും അച്ഛൻ ആയി. അവനും 2 പിള്ളേരുടെ അച്ഛനാണ്, ഞാനും 2 പിള്ളേരുടെ അച്ഛനാണ്. അതാണ് സെമിനാരി ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒരുമിച്ചായിരുന്നു. അതെ അതെ. അല്ല, അവിടെ അവൻ ഡയറി സിസ്റ്റം പറഞ്ഞത്, അവിടെ സെമിനാരിയിൽ ഞങ്ങൾ ആദ്യത്തെ വർഷം അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് മാത്രമേ പറയാവുള്ളൂ, മലയാളം പറയാൻ പാടില്ല. അങ്ങനെയുണ്ട്. കാരണം ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡയറി സിസ്റ്റം ആയിരുന്നു. അപ്പം മലയാളം പറയുന്ന ആരാണെങ്കിലും മൊത്തം 10 ഡയറി ഉണ്ട്. അപ്പം ഈ ഡയറി പറയുന്നവർക്ക് മലയാളം പറയുന്നവർക്ക് ഡയറി കിട്ടും. ഏതെങ്കിലും ഒരു വാക്ക്, അപ്പം ഒരാൾക്ക് ഡയറി കിട്ടിക്കഴിഞ്ഞാൽ അവന് പേടി, അത് എത്രയും പെട്ടെന്ന് അടുത്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടിട്ട്. ശരി. അപ്പോൾ അങ്ങനെ, അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ശ്രമിച്ചിട്ടും ഈ ഇംഗ്ലീഷ് ശ്രമിച്ചിട്ട് അവിടെ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ചിട്ട് 2 മലയാളം എനിക്ക് ഓട്ടോമാറ്റിക്കലി വന്നു. നമ്മളിപ്പോൾ ചില വേർഡിൻ്റെ പെട്ടെന്ന് അതിൻ്റെ ഇംഗ്ലീഷ് ഓർക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെ വന്ന് നമ്മൾ മലയാളം പറഞ്ഞു പോകാം. അപ്പോൾ ഈ ഡയറി നമുക്ക് കിട്ടും. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഈ ഡയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോരുത്തർക്ക് എങ്ങനെ അടുത്ത ആളിലേക്ക് പാസ് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു ഇതാണ്. അപ്പം അവിടുത്തെ സെമിനാരിയിൽ ഏറ്റവും പെട്ടെന്ന് ഈസി ആയിട്ട് ഡയറി വാങ്ങിക്കാൻ പറ്റുന്ന ആള് ഞാനായിരുന്നു ആക്ച്വലി. അപ്പൊ അതാണ് വിനീത് PN പറഞ്ഞത്. ഇത് കുളിച്ചോണ്ടിരുന്നപ്പോഴായിരുന്നത്. അതെ. അപ്പൊ നമ്മൾ പൊരുത്തം പെട്ടെന്ന് വിളിക്കുമ്പോഴത്തേനും ഹലോ മാൻ എന്ന് പറഞ്ഞല്ലോ ചോദിക്കുന്നത്. പറഞ്ഞു മനസ്സിലായി. എന്നടാ എന്ന്. ഇപ്പൊ നമ്മളിപ്പോ എന്നടാന്ന് ചോദിക്കുമ്പോഴത്തേനും ഓക്കെ, നമ്മളെ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേനും ഡയറി നമ്മളെ നോക്കി നിൽക്കുവാണ്. അപ്പം അങ്ങനത്തെ ഇൻസിഡന്റ് ആണ് ഇവൻ പറഞ്ഞത്. അപ്പൊ ഒരു ദിവസം അവസാനിക്കുമ്പോഴത്തേനും ആ 10 ഡയറി എൻ്റെ കയ്യിലായിരിക്കും. അങ്ങനെ വരുമ്പം ഞാനത് എത്രയും പെട്ടെന്ന് രാവിലെ ആയി കഴിയുമ്പോൾ തന്നെ ഇത് എത്രയും പെട്ടെന്ന് എൻ്റെ കയ്യിലേക്ക് ഡയറി മൊത്തം ആക്കാമെന്ന് ഞാൻ വിചാരിക്കും. കാരണം അങ്ങനെയാണ് ഫ്രീ ആയിട്ട് പിന്നെ മലയാളം പറയാലോ. ഈ 10 ഡയറിയും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട, ആരുടെയും ഡയറി ഇല്ലല്ലോ, തരാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് എന്താന്ന് വെച്ചാൽ ധൈര്യമായിട്ട് പിന്നെ മലയാളം പറയണം. അപ്പൊ ഇത് കണക്ട് ചെയ്ത് ഈ ഒരു സെമിനാറിൽ പഠിച്ചതും അതിൽ നിന്ന് ടേക്ക് എടുത്ത കുറച്ച് പരിപാടികൾ ഇപ്പൊ ഇവിടെ ബെനിഫിറ്റ് ആയിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതാണ്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെമിനാരിയിലൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇത് പൊക്കോണ്ടിട്ട് ഇരുന്നത്. നമ്മളിപ്പം രാവിലെ എണീക്കുന്നു, അല്ലെങ്കിൽ കുളിക്കുന്നു, പഠിക്കുന്നു, പ്രാർത്ഥിക്കാൻ പോകുന്നു, പിന്നെ ഒരു സ്റ്റഡി ടൈം വീണ്ടും PN-ഉണ്ട്, പിന്നെ അവിടുത്തെ കുറച്ച് ജോലികളൊക്കെ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും പഠിത്തത്തിന്റെ കാര്യങ്ങളിലേക്ക് പോകുക. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ അകത്ത്. പിന്നെ നമ്മളൊരു ചിട്ടയായിട്ടുള്ളൊരു ചില കാര്യങ്ങളൊക്കെ അന്ന് PN വരും. പിന്നെ ഒരു കാര്യങ്ങൾ ഒരു ലക്ഷ്യത്തോടൊപ്പം ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ശ്രമവും കാര്യങ്ങളും തിങ്കിങ്ങും ഒക്കെ ഇങ്ങനെയുള്ളൊരു ലൈഫിൽ ഇപ്പോൾ ഒരു വൈദികനാനായിട്ട് ഒരു സെമിനാരി പോയപ്പം പോയ എല്ലാവർക്കും ഒക്കെ തന്നെ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സാധനം കുറച്ചൊക്കെ എല്ലാവർക്കും പൂർണ്ണമായിട്ട് കിട്ടിയോന്ന് അറിയത്തില്ല, എനിക്കും പൂർണ്ണമായിട്ട് കിട്ടിയോന്ന് അറിയത്തില്ല. പക്ഷെ അങ്ങനത്തെ ഒക്കെ ഒരു നല്ല വേർഷൻ ഉണ്ടായിരുന്നു ജീവിതത്തിൽ. ഒരുപാട് പേര് അങ്ങനെ ഇതുണ്ട്. എന്നാലും അവിടുന്ന് ആ ഒരു തോട്ടപ്പിളായിരുന്നു വന്നേ. അല്ല, അങ്ങനെയല്ല. ഞാൻ അതായത് എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു എനിക്ക് വൈദികനാണെന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. വീട്ടുകാരുടെ ആഗ്രഹം അല്ല, അങ്ങനെയല്ല, എൻ്റെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു. അതെ. അപ്പൊ എന്താന്ന് വെച്ചാൽ അത് പോയി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഒരു തിങ്കിങ് മാറി. അതായത് നമുക്കിപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു വൈദികനായിട്ടോ അല്ലെങ്കിൽ വേറൊരു പാസ്റ്ററായിട്ടോ അങ്ങനെയൊന്നുമല്ല. നമുക്ക് പുറത്തിരുന്നാണെങ്കിലും നമ്മൾ ഏത് ജോലി ചെയ്യുവാണെങ്കിലും നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ വേണേൽ ചെയ്യാം. അത് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു തിങ്കിങ് മാത്രമാണ്. അപ്പോൾ അതങ്ങനെയൊക്കെ ഞാൻ അതാ പറഞ്ഞ ലൈഫ് ഇങ്ങനെ പോകെ നമ്മളിങ്ങനെ മാറിക്കൊണ്ടിട്ടേ ഇരിക്കും. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വർത്തമാനം, നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും മാറിക്കൊണ്ടിട്ടിരിക്കും. അപ്പം ആ ഒരു സമയത്ത് ചിന്തിക്കുന്നതല്ല ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മാറിക്കൊണ്ടിട്ടേ ഇരിക്കും. അതിനൊരു എക്സ്പീരിയൻസ് വേണം. അപ്പം വേണമെങ്കിൽ ചോദിക്കാം, നീ പണ്ട് അങ്ങനെയല്ലോ പറഞ്ഞെന്ന് ചോദിക്കാം. പക്ഷെ പണ്ട് ഞാൻ അത്രേ ഉള്ളൂ ഒരു കാര്യത്തെ പറ്റി ഓർത്തിട്ടുള്ളൂ. ഇന്നൊരു കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നത്, ഇങ്ങനെ ഒരു ടോക്ക് വന്നതെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് മനുഷ്യരല്ലേ. അല്ല, ഇപ്പൊ പറഞ്ഞ വിനീത് തന്നെയാണ്. ഇപ്പൊ ഞാനൊരു ഫിലിം സ്കൂൾ നടത്തുന്നുണ്ട്, സിഫ എന്ന് പറഞ്ഞിട്ട്. അതെ. അപ്പം സിഫയിൽ ഞാൻ ആളെയാണ് വെച്ചേക്കുന്നത് അതിന്റെ മെയിൻ ഹെഡായിട്ട്. അപ്പം അവനത് ചോദിച്ചു എന്നേ ഉള്ളായിരിക്കും. കാരണം സിനിമ പഠിക്കാനായിട്ട് വരുന്ന പുതിയ കുട്ടികൾക്ക് നമ്മളൊരു അവസരം കൊടുക്കുന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ടിട്ട് ഡയറക്ഷൻ ആയിക്കോട്ടെ,
അതിന്റെ മറ്റേ ആക്ടിങ് ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, മറ്റ് ഡബിങ്, പോസ്റ്റ് പ്രൊഡക്ഷൻ, സ്റ്റില്ല്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എല്ലാ കോഴ്സുകളും നമ്മൾ സിഫയിൽ വെണ്ണല അല്ലേ? അതെ സിഫയിൽ കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ പലപ്പോഴായിട്ടും കമൻസ് വന്നിട്ടുണ്ടാവാം പല വീഡിയോസിൻ്റെ താഴെയും ലിസണർ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാന്നുള്ളത്. അപ്പോൾ അതുപോലെ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ 100 കോടി ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്ത സിനിമയ്ക്ക് പ്രൊഡ്യൂസർക്ക് ഏകദേശം എത്ര രൂപ ലഭിക്കും? അല്ല, അതിൻ്റെ ഒരു 1/3 ഉള്ളൂ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു 40 കോഴ്സ് ആണ് നമുക്ക് കിട്ടുള്ളൂ. 1/3. ഓക്കെ. മലയാളത്തിലെ 100 ക്രോർസ് 100 കോടി 50 കോടി ക്ലബ്ബുകൾ സത്യസന്ധമായി തോന്നിയിട്ടുണ്ടോ? മലയാളത്തിൽ 100 കോടി 50 കോടി ക്ലബ്ബുകൾ അങ്ങനെ പറയുന്നത് അല്ല, സത്യസന്ധമായിട്ട് തോന്നിയ പല സിനിമകളും ഉണ്ട്. ചിലവരെന്താന്ന് വെച്ചാൽ കുറച്ചൊന്ന് നീട്ടിപ്പിടിക്കും. ചില പ്രസംഗങ്ങളൊക്കെ ഇല്ലേ, ഒരു അടുത്ത ആള് വരാനായിട്ട് ഒരു പ്രസംഗം ഒരു കുറച്ചുകൂടെ അങ്ങ് നീട്ടിക്കൊണ്ട് പോകുമല്ലോ എന്ന് പറഞ്ഞ പോലെ ചിലർ കുറച്ച് 50 കോടി അങ്ങ് എത്തിയില്ലെങ്കിലും നമ്മൾ എത്താൻ പോകുന്നതിൻ്റെ അരികെ വരുമ്പം തന്നെ 50 കോടി എന്ന് പീവിനെ ഇടും പറയുന്നതുണ്ട്. അപ്പോൾ ആ സ്വാഭാവികമാണ്. നമ്മളിപ്പോൾ പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്നതിന് 50-ാം ദിവസം എന്ന് പറയുമ്പോഴത്തേനും 50 ദിവസം ആകുമ്പോഴല്ല ഒട്ടിക്കുന്നത്. നമ്മുടെ ആ വീക്ക് നോക്കി ഒരു ആഴ്ച മുന്നേ നമ്മൾ ഒട്ടിക്കും, പറഞ്ഞു മനസ്സിലാവും. അപ്പം ആ നെക്സ്റ്റ് വീക്ക് വരുമ്പോഴേ 50 ആകുന്നുള്ളൂ. അല്ലെങ്കിൽ 35-ാം ദിവസം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 25 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു 10 ദിവസം അഡ്വാൻസ് അല്ല, ഒരാഴ്ച അങ്ങനെയാണ് പറയുക. അപ്പോൾ ഒരു 10 ദിവസം അഡ്വാൻസ് ഒക്കെ വെച്ച് ഒട്ടിക്കാറുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. ചില സിനിമകൾ കുറച്ച് നീട്ടി പിടിക്കാറുണ്ട്, ചിലത് ആകുന്നേ ഉള്ളായിരിക്കും, അപ്പോഴും തന്നെ അത് അനൗൺസ് ചെയ്യുമായിരിക്കും. ഓക്കെ, ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തതിൽ ഏറ്റവും ലാഭം ഉണ്ടാക്കിയ ഒരു പെർട്ടിക്കുലർ സിനിമ എന്ന് പറഞ്ഞാൽ അത് ഏതായിരിക്കും? അങ്ങനെയല്ല, പൃഥ്വിരാജുമായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും, വിമാനം ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളും വലിയ ലാഭമായിരുന്നു. എല്ലാ സിനിമകളും വലിയ ലാഭമായിരുന്നു. പിന്നെ നമുക്ക് ഉസ്താദ് ഹോട്ടൽ വലിയ ലാഭമാണ്. ട്രാഫിക്, ഹൗ ഓൾഡ് ആർ യു ഭയങ്കര ലാഭമായിരുന്നു. ചാപകുരിശ് ലാഭമായിരുന്നു. അങ്ങനെയുള്ള ആ കെട്ടുള്ള അണ്ടമാലാക നല്ല ലാഭമായിരുന്നു. അങ്ങനെ കുറെ സിനിമകൾ ഇപ്പം ചെയ്തിട്ടുണ്ടല്ലോ. ഗരുഡൻ നല്ല പ്രോഫിറ്റ് ആയിരുന്നു. ഓക്കെ, നിർമ്മിച്ചതിലെ ഏറ്റവും മുടക്കുമുതൽ നേടിയ സിനിമ? അങ്ങനെ ബ്രേക്ക് ഈവൻ ആയ സിനിമ എന്ന് പറയുന്നത് മോഹൻകുമാർ ഫാൻസ് എന്ന് പറയുന്ന സിനിമ ബ്രേക്ക് ഈവൻ ആയ സിനിമയാണ്. പിന്നെ നമ്മുടെ എന്താടാ സജിയും ഒരു ബ്രേക്ക് ഈവൻ സിനിമയാണ്. മുൻ നിവിൻ ചിത്രമായ രാമചന്ദ്ര ബോസ് ആൻഡ് കോ OTT ഇതുവരെ കണ്ടിട്ടില്ല, എന്താണ് കാരണം? അല്ല, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വിൽക്കാനായിട്ട് ഇപ്പം പറ്റിയില്ല. അതായത് ഒരു റേറ്റ് ബാർഗെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യങ്ങളായിട്ട് വന്നു കഴിഞ്ഞപ്പം അത് കൂടുതൽ നിവിനാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ നോക്കിക്കൊണ്ടിട്ട് ഇരുന്നത്. അത് ആക്ച്വലി വേറൊരു കമ്പനി ജിയോ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നിവിൻ്റെ ഓഫീസിൽ നിന്ന് അത് അവർക്ക് തുക പറഞ്ഞുകൊണ്ടിട്ട് ഇരിക്കുന്ന സമയത്താണ് അതിങ്ങനെ റിലീസായതും കാര്യങ്ങളല്ല. അപ്പം അത് സ്റ്റിൽ വിറ്റിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ചാൻസസ്. അതെ. റിവ്യൂ സിനിമയെ ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ബട്ട് ഇറ്റ്സ് എ ക്വസ്റ്റൻ ഞാൻ ചോദിച്ചതാണ്. അല്ല, അങ്ങനെയല്ല. സിനിമ ഇപ്പം ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒപ്പീനിയൻ ഉള്ള സിനിമയൊന്നും അല്ലെങ്കിൽ പോലും ഭയങ്കരമായിട്ട് കളക്ട് ചെയ്യുന്ന സിനിമകൾ ഇൻഡസ്ട്രിയിലുണ്ട്. ഒപ്പീനിയൻ തീരെ മോശമായിരിക്കും, പക്ഷെ ഭയങ്കരമായിട്ട് കളക്ട് ചെയ്യും. മനസ്സിലായോ? അല്ല, അപ്പൊ ഈ റിവ്യൂ വരുമ്പോൾ റിവ്യൂ ഒരു ആവറേജ് സിനിമകളൊക്കെയാന്ന് വെച്ചു, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് അബവ് ആവറേജ് സിനിമകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ആളുകൾക്ക് കുഴപ്പമില്ല, കാണാനുള്ള സിനിമയുണ്ട്, വൺ ടൈം വാച്ചബിൾ എന്നൊക്കെ ഉള്ള ഒരു സിനിമയാണെങ്കിൽ ഈ റിവ്യൂവിൽ വേണമെങ്കിൽ ഇത് തിരിച്ചാക്കാൻ പറ്റും. പറഞ്ഞു മനസ്സിലായോ? നമ്മളൊരു ഫുൾ ആഗ്രഹം ഇല്ല, ആ ഒരു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ വൺ ടൈം വാച്ചബിൾ ആണ് എന്ന് പറയുന്ന ഒരു സിനിമ നമ്മളൊന്ന് പോയി കാണാം എന്ന് വിചാരിക്കുമ്പോൾ ഈ റിവ്യൂ ഈ പല ടൈപ്പ് ഓഫ് ആളുകളുണ്ടല്ലോ, ഇവരുടെ ഇത് എന്താ പറയുക, ഈ റിവ്യൂ പറയുന്ന രീതികളൊക്കെ ശൈലി നമ്മളെ ചിലപ്പം ആ സിനിമ പിന്നീട് കാണാം എന്നുള്ള തീരുമാനത്തിലേക്ക് ആക്കാറുണ്ട്. അതെ, തീർച്ചയായിട്ടും. അല്ല, തീർച്ചയായിട്ടും. കാരണം റിവ്യൂ നമ്മളിപ്പോ ഒരു നോർമൽ രീതിയിലല്ലല്ലോ ഇവര് റിവ്യൂ ചെയ്യുന്നത്. ഇപ്പൊ ഈ ഇടയിൽ തന്നെ സിയാദ് വോക്കർ ഒരു സിനിമ എടുത്തിരുന്നു, മാരിവില്യം ഗോപുരങ്ങള്. അശിന്ദു ഒക്കെ അതിനെ അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതായത് എന്താന്ന് വെച്ചാൽ ഒരു സിനിമ തിയേറ്ററിൽ ഓടുവാണ്, അദ്ദേഹം ആ സിനിമ ബിസിനസ് ചെയ്തിട്ടില്ല. ഫുൾ റിസ്കില് ഒരു നിർമ്മാതാവ് സിനിമ ഇറക്കി കഴിയുമ്പോഴത്തേനും
ഇതിങ്ങനെ 4-5 പേര് വന്നിട്ട് ഇങ്ങനെ ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്ക് കിട്ടുന്ന കളക്ഷനൂടെ പോവല്ലേ, ആൾക്ക് കിട്ടേണ്ട ബിസിനസ്സൂടെ നഷ്ടപ്പെടുത്തുമല്ലേ. അല്ല, ഞാൻ പറഞ്ഞു ഇതാണ് റിവ്യൂ ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇവരെന്താണ് റിവ്യൂ ചെയ്യുന്നത്, ഒരു യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനലിൽ ഏത് സിനിമേനെ വിറ്റാണ് കാശുണ്ടാക്കുന്നത്? അശ്വന്ത് ഗോക്ക് ആരെ വിറ്റിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്? ഓക്കെ, സോറി, അദ്ദേഹത്തിന്റെ കമന്റ് പ്ലസോ മൈനസോ ആവട്ടെ, അത് മാറ്റി നിർത്ത്. പക്ഷെ ഒരു പടം എൻ്റെ സിനിമയാണെന്ന് വിചാരിക്കുക. എൻ്റെ സിനിമ ഇപ്പോൾ ബോസാൻഗോ എന്ന് പറയുന്ന സിനിമ ഞാൻ വേറെ ഒരാളുടെ സിനിമയും എടുക്കുന്നില്ല. ഏറ്റവും മോശകരമായിട്ടുള്ള രീതിയിൽ അതിനെ കമന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ അവതരിപ്പിച്ച് നശിപ്പിച്ച് കഴിയുമ്പോൾ അത് മറ്റു കാര്യങ്ങളിലെല്ലാം അതിൻ്റെ ബിസിനസ് കാര്യങ്ങളായിക്കോട്ടെ, ഓഡിയൻസ് ഉള്ളിൽ വരേണ്ട കാര്യങ്ങളായിക്കോട്ടെ, ഒരു പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കളയാണല്ലോ. പറഞ്ഞു മനസ്സിലായോ? ഒരു തീർത്തും മോശം സിനിമ ഓക്കെ, ഒരു ഇടത്തരം സിനിമകൾ, ഒരു ആവറേജ് ടൈപ്പ് സിനിമകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സിനിമകളെ തീർത്തും താറടിച്ച് ഇല്ലാതാക്കി കളയുക എന്നുള്ളൊരു സാധനമാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള റിവ്യൂവേഴ്സ് ചെയ്യുന്നത്. ഒരു നല്ല രീതിയിൽ റിവ്യൂ ചെയ്യുന്നവരുണ്ട്, കണ്ടിരുന്നു. പക്ഷേ എനിക്ക് അത് പേഴ്സണലി അത് അത്ര അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് ഇപ്പം പറ്റിയില്ല. പക്ഷെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഇങ്ങനെ എത്ര രസകരമായിട്ട് അവതരിപ്പിക്കുക. അപ്പം കിട്ടേണ്ട ഓഡിയൻസിന് അത് കിട്ടിയിട്ടുണ്ടാവും, ആളെന്താണ് പറഞ്ഞെന്നുള്ള രീതിയിൽ. പക്ഷെ ഇത് അശ്വന്ത് ഗോക്ക് ആളുകളുടെ ആ ക്യാരക്ടറായിട്ട് വരുവാണ്, എന്നിട്ട് കാട്ടിയിട്ടിട്ട് അതിനെ ഇട്ട് നശിപ്പിച്ച്. ഞാൻ പറഞ്ഞ ഞാനിപ്പോൾ ഇത് പറയുമ്പോഴും എനിക്കെതിരെ കമന്റ് ഇടുന്നവരുണ്ടാവും. അല്ല, അശ്വന്ത് എടോ കാശ് മുടക്കിയിട്ടിട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കുഴപ്പമിരിക്കുന്നത്? പക്ഷെ ആ റിവ്യൂ ചെയ്യുന്നത് ഇനിയൊരാൾ പണം മുടക്കിയ സിനിമേനെ പറ്റിയാണ് ഇയാൾ മോശമാക്കി പറയുന്നത്. പറഞ്ഞു മനസ്സിലാവും. അപ്പം ഇയാൾക്ക് നേട്ടമില്ലാതെ അല്ലല്ലോ, അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ, അതിൻ്റെ വ്യൂവർഷിപ്പ് കൂടുമ്പോൾ അദ്ദേഹത്തിനാണ് അതിൻ്റെ മെച്ചം കിട്ടുന്നത്. അപ്പോൾ ആരെ വെച്ച് ആര് പൈസ ഉണ്ടാക്കുന്നു? അങ്ങനെയല്ലേ? നമ്മളൊരു ഹീറോയിനെ ഡേറ്റ് കിട്ടിയിട്ട് നമ്മളൊരു സിനിമ ചെയ്യുന്ന പോലെയല്ലേ? നമ്മുടെ സബ്ജക്റ്റിലാണല്ലോ ഹീറോയ്ക്ക് ഹിറ്റും അല്ലെങ്കിൽ മെഗാ ഹിറ്റും കിട്ടുന്നത്, അല്ലെ? ഞാൻ പറഞ്ഞ് നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുപോയി ഒരു മെയിൻ സ്ട്രീമിലുള്ള ഏത് ഹീറോയ്ക്കും കൊടുക്കുന്നു. അപ്പോൾ ആ സ്ക്രിപ്റ്റിനെ വെച്ചിട്ടാണ് അത് പ്ലസോ മൈനസോ ആയി മാറുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ഒരു സിനിമേനെ വെച്ചിട്ടാണ് ഇദ്ദേഹം കമന്റ് ചെയ്യുന്നത്, ഇദ്ദേഹം വിവരിക്കുന്നത് 5-10 മിനിറ്റ് എടുത്തുള്ള വിവരണം. അതിലെ പൈസ ആർക്കാണ് കിട്ടുന്നത്? അശ്വന്ത് ഗോക്കിനാണ് കിട്ടുന്നത്. പറഞ്ഞു മനസ്സിലാവും. അതിപ്പോൾ വേറൊരാളുടെ ഒരാളുടെ പതനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് പുള്ളി. അപ്പൊ ഞാൻ പറഞ്ഞ അവർക്കൊക്കെ ബിസിനസ് ചെയ്യേണ്ടതല്ലേ? എല്ലാ പ്രൊഡ്യൂസേഴ്സിനും ലിസ്റ്റിൻ സ്റ്റീഫനോ അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരോ അല്ലെങ്കിൽ മറ്റു പ്രൊഡ്യൂസേഴ്സിന്റെ കൂട്ടൊന്നും എല്ലാവർക്കും ആകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലോ. ഇതിന്റെ താഴത്തെ തട്ടിൽ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ. പറഞ്ഞു മനസ്സിലായി. അപ്പൊ അത് കടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവർക്കും പല കാര്യങ്ങളും ചെയ്യാനായിട്ടുണ്ടല്ലോ. അത് ഇങ്ങനെയുള്ള റിവ്യൂവേഴ്സ് വന്ന് പറഞ്ഞ് നശിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കംപ്ലൈന്റ്. പറഞ്ഞു മനസ്സിലായി. അശ്വന്ത് ഗോക്ക് കമന്റ് പറഞ്ഞോട്ടെ, ആ പടം എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെയുള്ള രീതിയിലുള്ള സിനിമ അല്ലായിരുന്നു അത്, അങ്ങനെയൊക്കെയുള്ള ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയട്ടെ. പക്ഷെ ഇത് നശിപ്പിച്ച് കളയേണ്ട ഒരു കാര്യമില്ലെന്നേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ട്രാഫിക് പോലുള്ള സിനിമ എടുക്കാമെന്ന് തീരുമാനിച്ച ലിസ്റ്റിൻ സ്റ്റീഫൻ രോമാഞ്ചം പോലൊരു സിനിമ എന്തുകൊണ്ട് വേണ്ടെന്ന് വെച്ചു? ചിലപ്പോൾ പണ്ടത്തെ പോലെ ഇനി റിസ്ക് എടുക്കേണ്ട എന്ന തീരുമാനം കൊണ്ടാണോ? അല്ല, അങ്ങനെയല്ല കേട്ടോ. അതൊക്കെ ഒരു മ്യൂസിക്കലി ഭയങ്കര വർക്കായ ഒരു സിനിമയാണ് മ്യൂസിക്കലി. അപ്പോൾ നമ്മൾ ആ സിനിമ ഒക്കെ വളരെ നേരത്തെ ഈവൻ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് എനിക്കത് അത്ര അങ്ങ് ഞാൻ അങ്ങനത്തെ ഒരു ലൈഫിലൂടെ ഇങ്ങനെ ഈ ബാംഗ്ലൂരൊക്കെ ഇപ്പോൾ ഈവൻ പോയി ഒരു ഹോസ്റ്റലുകളിൽ നിന്നിട്ടില്ലാത്തതുകൊണ്ടിട്ടാണോ എനിക്ക് എന്തോ അത് അത്ര അങ്ങ് ഒരു ഡൈജസ്റ്റ് ആയില്ല. പക്ഷെ മജോറിറ്റിക്ക് വർക്കൗട്ടായ സിനിമ, ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമ. അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുകയാണല്ലോ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന, ഞാൻ പറയുന്ന സിനിമകളോ അല്ല ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടിട്ട് എടുക്കുന്ന സിനിമകളൊന്നും അല്ല ഇവിടെ ഓടുന്നത്. പറഞ്ഞു മനസ്സിലാവും. അപ്പം അതുകൊണ്ടിട്ട് ഇതൊക്കെ നമ്മുടെ ജസ്റ്റ് ഒരു തോന്നൽ എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു ഞാൻ രോമാഞ്ചമൊക്കെ ഒരു 3-4 പ്രാവശ്യം കണ്ടു. കാരണം എന്തുകൊണ്ടിട്ടാണ് എനിക്ക് ഏത് ഏരിയയാണ് ഇത് ഇഷ്ടപ്പെടാത്തത്, എന്തുകൊണ്ടിട്ടാണ് ഇത് വർക്കാകാതെ പോയത് എന്നൊക്കെ എന്നെ തോന്നിപ്പിച്ച് കൊണ്ടിട്ട് പല പ്രാവശ്യം ഞാൻ ആ സിനിമ കണ്ടായിരുന്നു. ആടുജീവിതത്തെ പറ്റി പറയാതിരിക്കാനേ വയ്യ. ഇത്ര വലിയൊരു മാജിക് തന്നെയാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്. അതിൽ പൃഥ്വിയുടെ എഫേർട്ടിനെ എല്ലാവരും അംഗീകരിച്ചതാണ്. അപ്പം സിനിമയ്ക്ക് ഓസ്കാർ വരെ ലഭിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. ഇതുവരെ ചിത്രം ഏതെങ്കിലും അന്താരാഷ്ട്ര ചലച്ചിത്ര മേഖലയിൽ അയച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു പുരസ്കാരം നമ്മുടെ മലയാള സിനിമയ്ക്ക് തേടി എത്തുമെന്ന് പ്രതീക്ഷിക്കാമോ? അല്ല, തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമ ഇറങ്ങുന്നതിൻ്റെ വളരെ നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ സിനിമ കണ്ടയാളാണ്. എനിക്ക്
ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ പൃഥ്വിരാജിനെ വിളിച്ചും പറഞ്ഞു, രാജുവിൻ്റെ കരിയറിലെ ബെസ്റ്റ് സിനിമ എന്ന് പറയുന്നത് ഇതാണ്. രാജു അഭിനയിച്ചിട്ടില്ല എന്ന്, അതായത് ഞാനും രാജുവും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഭാഷയിലാട്ടോ ഞാൻ പറഞ്ഞു. മനസ്സിലായി. അതായത് രാജു ഇതുവരെയായിട്ടുള്ള ഏത് സിനിമയിലും ഞാൻ പറയും ഒരു സീനെങ്കിലും രാജു അതിൻ്റെ അകത്ത് അഭിനയിച്ചതാണ് എന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞു. അതെ അതെ, ഈ സിനിമയിലാണ് രാജു അഭിനയിക്കാത്ത സിനിമ എന്നേ ഇത് പറയുള്ളൂ. അത്ര നന്നായിട്ട് രാജു അത് ചെയ്തിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഇത് ഒരു മരുഭൂമിയിൽ ഇങ്ങനെ വന്ന് ചെയ്യാന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു ഡെഡിക്കേഷനും, അതിൻ്റെ അകത്ത് പിന്നെ ഇത് വെയിറ്റ് കുറയ്ക്കുക, കൂട്ടുക, ഇതിൻ്റെ ഇടയ്ക്ക് എത്ര പടങ്ങളും ഇവൻ ചെയ്തു, കൊറോണ വന്നു, അതിൻ്റെ അകത്ത് എനിക്കിതൊരു ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് അറിയാവുന്ന ഒരു വ്യക്തിയും കൂടെ ആയതുകൊണ്ടിട്ട് ഇതിനു വേണ്ടിയിട്ട് എടുത്ത എഫോർട്ട് വളരെ വലുതായിരുന്നു, ഭീകരമാണ്. അപ്പോൾ 100% ഇപ്പം ഈ പൊളിറ്റിക്കലി ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ വർഷത്തെ അവാർഡ് തീർച്ചയായിട്ടും പൃഥ്വിരാജിനുള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. കാരണം എനിക്കിപ്പോൾ അതൊരു പൃഥ്വിരാജിനെ ഞാൻ അടുത്തറിയുന്ന ആൾ, അല്ലെങ്കിൽ ഞാൻ പൃഥ്വിരാജിനെ വെച്ച് കുറേ പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിലല്ല. ഒരു സിനിമ അതിൻ്റെ ഒരു എഫോർട്ട് ഉണ്ടല്ലോ. ഒരു ഡയറക്ടർ, ബ്ലസി എന്ന് പറയുന്ന ഡയറക്ടർ എത്രയോ വർഷത്തെ ഒരു പരിശ്രമമാണ്. അപ്പോൾ എനിക്ക് ബ്ലസിയേട്ടനെ അറിയാം, പുള്ളി സിനിമ എന്നും പറഞ്ഞ് മരിച്ചിരിക്കുന്ന ഒരാളാണ്. ഇതിൻ്റെ ഏറ്റവും കാര്യങ്ങൾ ഇങ്ങനെ പുറകെ നിന്ന് അത്രയും ഒരു സിനിമ അതിനെ ഡിസർവ് ചെയ്യുന്നു, പറഞ്ഞ് മനസ്സിലാവും. ആ ഒരു എഫോർട്ട് ഉണ്ടല്ലോ ഇവർ ഇത്രയും നാളത്തെ, അതുകൊണ്ടിട്ടാണ്. അപ്പം ഞാൻ പൃഥ്വിരാജിൻ്റെ വൈഫിനോട് പോലും പറഞ്ഞു കേട്ടോ, ഇപ്രാവശ്യം എന്ത് വന്നു കഴിഞ്ഞാലും ഒരു അവാർഡ് ഇപ്പം ഇവനുണ്ടാവും, ഞാനും ഡൽഹിക്ക് ഇപ്പം ഇവൻ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഓൾറെഡി പൃഥ്വിരാജിൻ്റെ വൈഫ് തന്നെ പറഞ്ഞു ഞാനിങ്ങനെ വെയിറ്റിങ്ങിലാണെന്നുള്ള. അല്ല ഞാൻ പറഞ്ഞപ്പോൾ, അതായത് ഒരു ആള് എടുത്തൊരു എഫേർട്ട് നേരിട്ട് കണ്ടുകൊണ്ടിട്ടിരുന്ന ഒരാളൂടെയാണല്ലോ സുപ്രിയ. അപ്പം അതുകൊണ്ടിട്ടാണ് ഞാനത് ഈ പെയിൻ പറയുന്നത്. കാരണം ഈ പൃഥ്വിരാജ് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ അഭിനയിച്ച് കഴിഞ്ഞിട്ട് തീർത്ത സിനിമയാണ് ഗോൾഡ്, അയ്യപ്പനും കോശിയും, ജനഗണമന, കടുവ, എല്ലാ സിനിമകളും എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ടിൻ്റെ ഒരു ഓഫ് കോഴ്സ് അത് ഹാപ്പൻ ചെയ്യട്ടെ അല്ലേ? അല്ല തീർച്ചയായിട്ടും. അപ്പൊ ഒരുപാട് നാളത്തെ ഒരു ശ്രമം ഉണ്ടായിരുന്നു പുള്ളി, വെയിറ്റ് ലോസ് ചെയ്തതിൻ്റെയും വെയിറ്റ് വെച്ചതിൻ്റെയും ഇതിൻ്റെ എല്ലാം ആയിട്ടുള്ളൊരു, ഞാൻ തന്നെ അതിനൊരു ഡെഡിക്കേഷൻ ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ തന്നെ ഒരു ജിമ്മിൽ പോയി ഇച്ചിരി ഒക്കെ ശരീരം ശരിയാക്കുന്നത് തോന്നിക്കഴിഞ്ഞാൽ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എത്രയോ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പല ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ തമിഴിൽ നിന്ന് വിക്രമുണ്ട് അല്ല, എന്നിരുന്നാൽ കൂടെ അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഒരുമാതിരിപ്പെട്ട എല്ലാ ടെക്നീഷ്യൻസിനും ഒക്കെ, ഡയറക്ടർക്കും അഭിനേതാക്കൾക്കും ഒക്കെ ഒരുപാട് അവാർഡുകൾ കിട്ടണമെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും അത് കിട്ടട്ടെ അല്ലേ? പൃഥ്വിയുമായിട്ട് ഒത്തിരി സിനിമ ചെയ്ത ഒരു നിർമ്മാതാവാണ് ലിസ്റ്റൻ. അപ്പം പൃഥ്വി എന്ന നടനും ഡയറക്ടറും ഗായകനും പ്രൊഡ്യൂസറും ഹസ്ബൻഡും അച്ഛനും മകനും അങ്ങനെ ഒത്തിരി നമ്മൾ മിനി സ്ക്രീനിൽ കാണാത്ത യഥാർത്ഥ പൃഥ്വിയെ കണ്ട ആളാണല്ലോ ലിസ്റ്റൻ. അപ്പോൾ ഇതിൽ ഏത് ക്യാരക്ടറാണ് പൃഥ്വി ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിസ്റ്റൻ കാണാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലേ, പൃഥ്വിരാജ് ഒരു ടിപ്പിക്കൽ വ്യക്തിയാണ്. നമ്മൾ ഇത്രയും സിനിമകൾ ചെയ്ത് നല്ല അടുപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിൻ്റെ അകത്തൊരു ഒരു ലൈൻ അവിടെയുണ്ട് ഞാൻ പൃഥ്വിക്കുള്ളതിൽ. എനിക്ക് പൃഥ്വി അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു നിസാര കാര്യമായിരിക്കും ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇവൻ ഇടാമോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാമോ എന്ന് ചോദിക്കുന്ന കാര്യം. അപ്പം എനിക്കത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യമായിരിക്കാം, 100% ചെയ്യുകയും ചെയ്യും. പക്ഷെ എന്നാൽ പോലും പൃഥ്വിനോട് അത് പറഞ്ഞിട്ട് ഉള്ളിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ അതായത് ഒരു സ്ക്രിപ്റ്റൊക്കെ എനിക്ക് തോന്നുന്നില്ല ഒരാൾ ഇതുപോലെ മടി കൂടാതെ സ്ക്രിപ്റ്റുകൾ വായിക്കുന്നു. ഞാൻ പൃഥ്വിയായിട്ടൊക്കെ ഈ കോഡിൻ്റെ സമയത്തും അല്ലാതെയൊക്കെ ഈ സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ടിട്ട് എത്രയോ സബ്ജക്റ്റുകൾ ഞാൻ കൊടുത്തു. അപ്പോൾ അതെല്ലാം ഒരു മടിയും കൂടാതെ എത്രയും വേഗം വായിച്ച് തീർക്കാനായിട്ടുള്ള പലരും ഭയങ്കര മടിയാണ് ആക്ച്വലി. ക്ഷമ അതൊക്കെ ഒരു ഭയങ്കരമായിട്ട് അതാ പറ ഒരു പ്രത്യേക ഒരു ജന്മമാണെന്ന് തോന്നുന്നു പൃഥ്വിരാജ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് പുള്ളി. ഏത് കാര്യമാണ് നല്ല പ്രത്യേകത ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഒരു കാര്യം പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ലെന്ന് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പറയാം. പക്ഷെ അത് പറയുമ്പോൾ നമുക്ക് മോത്തടിച്ച് പറയുന്ന പോലെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യും. പക്ഷെ നമുക്കത് അറിയാവുന്നത് കൊണ്ടിട്ട് അങ്ങനെ ഒരാളെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് കുറച്ചും കൂടെ ഒരു ഈസിയാണ് ഉണ്ടാവുമല്ലോ. അറിഞ്ഞ് പിന്നെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മനസ്സിലത് മൈൻഡിൽ ആ അങ്ങനെ മനസ്സിലാവും ആ വ്യക്തി അല്ലേ. അല്ല നോ എന്ന് അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ നോ എന്ന് പറയാനായിട്ട് ഒരു മടിയില്ല എന്ന് പറഞ്ഞ് മനസ്സിലാവും. അപ്പം അങ്ങനെ നമ്മൾ ആലോചിക്കുന്ന ആ ഒരു മൊമെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ അതാണ് കറക്റ്റ്. ശരി അതാണെന്നോ ആ നോ കാരണം എനിക്ക് നമ്മളിപ്പം നോ പറയാനായിട്ട് ഭയങ്കര പാടുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ നോക്കാം, പക്ഷെ ഈ ഓക്കെ നോക്കാന്ന് പറയുന്ന കാര്യങ്ങൾ അവസാനം കൊണ്ട് ഒത്തിരി വിഷമത്തിൽ നോ പറയേണ്ടി നോ പറയേണ്ടതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വരും. അപ്പം അതിലും ഭേദം അത് കൃത്യമായിട്ട് തന്നെ അങ്ങ് പറഞ്ഞേക്കുവാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. അങ്ങനെ യെസ് ഡിപ്ലോമാറ്റിക് ആയിട്ട് പറഞ്ഞ് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടല്ലേ പല കാര്യങ്ങളും അല്ല ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ എന്താന്ന് ഒരാളെ കാര്യം എന്താന്ന് നമുക്ക് പറഞ്ഞാലും അവർക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ലായിരിക്കും. നോ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമാവുമല്ലോ എന്ന് തീർത്തോർക്കും പറഞ്ഞ് മനസ്സിലാവും. അപ്പൊ അവര് ഞാനത് നോ പറയാത്തതുകൊണ്ടിട്ട് ഒരു പക്ഷെ അവര് കുറച്ച് എന്നിൽ കുറെ കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രമിച്ചെന്നിരിക്കാം. പക്ഷെ അതൊക്കെ ഒരു ഫൈനലി വരുമ്പോഴേ ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് അത് മാറുമ്പം ഇരിക്കുന്ന ഒരു ഇതൂടെ പോവാറുണ്ടല്ലോ, മാറിയേക്കാം. അതാ ഞാൻ പറഞ്ഞു. ഓണത്തിന് നിവിനെ നായകനാക്കിയ ഒരു ബിഗ് ബഡ്ജറ്റ് പടം ലിസ്റ്റിൻ്റെ വരാനുണ്ട് എന്ന് വാർത്തകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ ഷൂട്ട് എന്തായി, അതിൻ്റെ നിവിനുമായിട്ടുള്ള സൗഹൃദവും എങ്ങനെയാണ് എന്നുള്ളത്. അല്ല നിവിനായിട്ട് ഇവൻ കുഴപ്പമില്ല. പക്ഷെ നിവിൻ്റെ ഒരു സിനിമകൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് റെഡി ആവാനായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. വർഷങ്ങൾക്ക് ശേഷത്തിനകത്ത് തന്നെ ഇതിൻ്റെ ആ ഒരു ലാസ്റ്റ് ക്യാരക്ടർ നോക്കുമ്പോൾ അതെങ്ങനെയായിരുന്നു എൻജോയ് ചെയ്തു? അതൊരു അല്ല അതാ പറഞ്ഞത്, അത് ഭയങ്കര തിയേറ്ററിൽ ഭയങ്കര ക്ലാപ്പായിരുന്നു ആക്ച്വലി. നിവിൻ്റെ ഒരു കംബാക്ക് എന്ന് പറയുന്നൊരു പോലത്തെ ഒരു പരിപാടിയായിപ്പോയി അത്. കാരണം ആ വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ ക്ലാപ്പ് കിട്ടിയത് നിവിനാണ്. അതങ്ങ് അത് അതെ അതെ. അത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ചെയ്ത സിനിമയാണല്ലോ, തിയേറ്ററിൽ വന്ന സിനിമയാണല്ലോ മലയാളി ഫ്രം ഇന്ത്യ. പക്ഷെ അതൊക്കെ ഒത്തിരി ഗുണം ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഓപ്പണിങ്ങിനും പരിപാടികൾക്കെല്ലാം ഭയങ്കര ഗുണം ചെയ്തു. ആ സിനിമ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ എന്തായാലും ആ സെഗ്മെന്റ് തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫൈനലി പറയുമ്പോൾ ഇനി വരാനുള്ള പ്രൊജക്ട്സും കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്കിനി നെക്സ്റ്റ് ഉണ്ടാവും ഒരു ലിസ്റ്റ്. ബട്ട് ഇത് ഏറ്റവും അടുത്ത് ഇപ്പം എനിക്കൊന്ന് നിവിൻ്റെ പടം ഉണ്ട്, ഒരു സിനിമയുണ്ട്, ARM ടൊവിനോട് സിനിമയുണ്ട്. ഇപ്പൊ ദിലീപേട്ടനെ വെച്ച് ചെയ്തുകൊണ്ടിട്ടിരിക്കുന്ന ഷൂട്ട് നടന്നുകൊണ്ടിട്ടിരിക്കുന്ന സിനിമ. പിന്നെ സുരാജ് വെഞ്ഞാറുമൂട് നായകനായിട്ടുള്ളൊരു സിനിമ, അത് ഇപ്പോൾ അത് അടുത്ത ആഴ്ച തുടങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ചാക്കോച്ചനെ വെച്ചിട്ടുള്ള സിനിമയുണ്ട്, പൃഥ്വിരാജുമായിട്ടുള്ള സിനിമയുണ്ട്. സിനിമകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള സിനിമകൾ ഞങ്ങൾക്ക് ലഭിക്കട്ടെ ഫ്രം യുവർ സൈഡ്. പിന്നെ എനിക്ക് തോന്നുന്നു ലിസണറാണെങ്കിലും നല്ലൊരു ടീം ഉണ്ടല്ലോ. ഈവൻ സിഫയിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന പോലെ കഥകൾ വന്നാലും അത് കേൾക്കാൻ വളരെ പ്രാപ്തരായിട്ടുള്ള ഒരു ഗുഡ് ഫോഴ്സ് ഉണ്ടല്ലോ. അതും ഒരു വലിയ കാര്യം. അവർക്കൊക്കെ ഞങ്ങളൊരു വലിയ ഹായ് തരികയാണ്. അപ്പോൾ ഒരു ജോയിൻറ്റ് ആയിട്ടുള്ള ഒരു ടീം വർക്ക് തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ പോട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. അടിച്ചു പൊളിക്കാം. താങ്ക് യു. ഓക്കെ.